അനധികൃത വാഹന രൂപമാറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് MVD. അപ്പോൾ പിന്നെ രൂപമാറ്റങ്ങളാകാം എന്നൊക്കെ കുക്കി ജനറേഷനോട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതോ? വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ മാറ്റത്തിനും പിഴ ഈടാക്കും. അനധികൃതമായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഉടമകൾ തന്നെ നീക്കം ചെയ്യണം. റീൽസുകൾക്ക് വേണ്ടി വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയാലും നടപടിയെടുക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. ആഷിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഉത്രാടം, ഹാപ്പി നബിദിനം. അല്ല ആഷിൻ ഡിയാഗോ, നമ്മുടെ പൂക്കി തലമുറയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്തൊക്കെയോ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, എല്ലാം വെള്ളത്തിൽ വരച്ചവരെ പോലെയായി. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും പൂക്കികൾക്ക് ഈ വാഹന മോഡിഫിക്കേഷൻ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഓൾട്ടറേഷൻ ഒന്നും പാടില്ല എന്നുള്ള കാര്യം. മാത്രമല്ല, ഇനി ഈ ഓൾട്ടറേഷനുമായി പുറത്തേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ അത് കടുത്ത നടപടി തന്നെ നേരിടണം, അല്ലെങ്കിൽ കടുത്ത ഫൈൻ തന്നെ അവർക്ക് നൽകണം എന്നൊരു കാര്യം കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹൈക്കോടതി MVDയോട് കലിപ്പിലാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, ഈ ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകൾ, അതുപോലെ തന്നെ എയർ ഹോണുകൾ അടക്കം വലിയ മോഡിഫിക്കേഷനുകൾ വരുത്തി, സൈലൻസറുകളടക്കം വലിയ മോഡിഫിക്കേഷനുകൾ നടത്തി കാന്തടുപ്പിക്കുന്ന ശബ്ദവുമായി പോകുന്ന വാഹനങ്ങൾ, അത് റീൽസിന് വേണ്ടി ഷൂട്ട് ചെയ്ത് സ്റ്റണ്ടൊക്കെ കാണിച്ച് ലൈക്കിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന സമൂഹം, അങ്ങനെ ഹൈക്കോടതി കുറച്ച് ദിവസമായി വലിയ കലിപ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഓരോ നിയമലംഘനങ്ങൾക്കും ഏറ്റവും ഉയർന്ന ഫൈൻ തന്നെ ഈടാക്കണം. അതായത് അരുൺ ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ദിവസം പന്തളത്തുണ്ടായ ഒരു പരിശോധന, അതിനുശേഷം MVD ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അതിൽ അദ്ദേഹം ചെയ്തത് 5 ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിന് 5നും കൂടി ചേർത്ത് അദ്ദേഹം ഫൈൻ ഈടാക്കി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നതും. ആ രീതിയിൽ തന്നെ ഫൈൻ ഈടാക്കണം. ഒരു വാഹനത്തിൽ എത്ര ഓൾട്ടറേഷൻസ് ഉണ്ടോ, എത്ര രൂപമാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അത്രയും രൂപമാറ്റങ്ങൾക്ക് പ്രത്യേകം ഏറ്റവും ഉയർന്ന തുക തന്നെ ഫൈനായി ഈടാക്കണം എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ റീൽസുകൾ, അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി ഈ വാഹനങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നത്, അതിനെതിരെ കർശന നടപടി ഉണ്ടാകണം, ആ വാഹനങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ള കാര്യം ഹൈക്കോടതി ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏതൊക്കെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ഏതൊക്കെ വാഹനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി ഫൈൻ ഈടാക്കിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഡിസംബർ 3-നകം സമർപ്പിക്കണം എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി പരിശോധന കർശനമാക്കണം. ഓരോ നിയമലംഘനങ്ങൾക്കും പ്രത്യേകം ഫൈൻ ഈടാക്കണം. ഒപ്പം തന്നെ അവിടെ വെച്ച് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആ ഉടമ ഏതൊക്കെയാണോ രൂപം വരുത്തിയിട്ടുള്ളത് അതെല്ലാം അവിടെ വെച്ച് അഴിച്ചു മാറ്റി വാഹനം പഴയ കണ്ടീഷനിലേക്ക് ആക്കി വേണം കൊണ്ടുപോകാൻ. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഈ വാഹനം വീണ്ടും അതേ ഉദ്യോഗസ്ഥന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വാഹനത്തിന് ഫിറ്റ്നസ് അടക്കം റദ്ദാക്കും. ഒപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ് അടക്കം റദ്ദാക്കാനുള്ള കടുത്ത നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് പോകുന്നത്. അതായത് ആദ്യം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൾട്ടറേഷൻ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ വാക്കും കേട്ട് ഓൾട്ടറേഷൻ നടത്തി എന്നുള്ള ആ ഒരു വാചകം നിലനിൽക്കില്ല. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓൾട്ടറേഷനുമായി വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ MVD ഓടിക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കരുത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അരുൺ, താങ്ക് യു. ആഷിൻ ഡിയാഗോയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്രാട ദിനത്തിൽ സന്തോഷമായില്ലേ എല്ലാവർക്കും? അപ്പോൾ വാഹനത്തിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ പിഴ വീഴും. ചെറിയ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോലും, അത് റീൽസിന് വേണ്ടി എടുത്തതാണെങ്കിൽ പോലും ജാഗ്രതയായി നിങ്ങളെ തേടി MVD ഇരിപ്പുണ്ട്. ഗതാഗത കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ്. വാഹനങ്ങളുടെ മോഡിഫിക്കേഷനൊക്കെ അനുവദിക്കുമല്ലോ എല്ലാത്തിനും എന്ന് പറഞ്ഞിരുന്നു ഒരാൾ, ഓർമ്മയുണ്ടാവും അല്ലേ? അതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴോ ചെറിയ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോലും പിഴ ഈടാക്കും എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ റീൽസിന് വേണ്ടിയാണെങ്കിൽ പോലും പൊതുറോഡിൽ ഇറക്കാതെ വീട്ടിലിട്ട് മോഡിഫിക്കേഷനൊക്കെ വരുത്തി റീൽസൊക്കെ ഇട്ട് അതഴിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യമില്ലാതെ കയ്യിൽ ഇരിക്കുന്ന പൈസ എടുത്ത് മോട്ടോർ വാഹന വകുപ്പിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ.